വൃക്ഷാസനം, മരം നിൽക്കുന്ന പോലെ. ഒരു കാലിൽ കയറ്റി വെച്ച് അതല്ലേ വൃക്ഷാസനം? അതെ അതെ. അത് നമ്മുടെ ശരീരത്തിനെ 4ആയിട്ട് ഭാഗിച്ചാൽ 3 ഭാഗവും ഹൃദയത്തിന് താഴ്ത്താം. അങ്ങ് എത്രാമത്തെ വയസ്സിലായി യോഗ പഠിച്ചു തുടങ്ങി? 14-ാം വയസ്സിൽ. പഠിക്കാനുണ്ടായ കാരണം? എന്നിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരമാവധി പറഞ്ഞത് എല്ലാം അനോട്ടമിയാണ്. കാരണം ഞാൻ അന്ന് ഭയങ്കര കുസൃതിയാണ്. ഒരു ടെന്നീസ് ബോൾ മാറി വരും, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കറക്കും. അന്ന് വരെ ഒരാളുടെ മോണോപോളി ആയിരുന്നു, അത് മാറി എൻ്റെ ആയി. 12 യോഗ എന്ന് തന്നെ പറയാം അല്ലേ? 8 എന്നല്ല, 12 യോഗ എന്ന് തന്നെ പറയാം. അപ്പൊ അത് കൃത്യമായി ചെയ്താൽ മറ്റു യോഗകൾ ശീലിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു വാദം. കാര്യമില്ല എന്ന് പറഞ്ഞത് വാദം ശരിയല്ല. യോഗ ശീലിക്കുമ്പോ ഇത് മാത്രമല്ല, ഈ 8 പോസിൽ, അതായത് നമുക്ക് അത്യാവശ്യം ഉള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് കിട്ടി. ഇതുകൊണ്ട് ട്രയാങ്കിൾ പോസ്, ത്രികോണാസനം, അല്ലെങ്കിൽ വേറെ വൃക്ഷാസനം, ഓരോ രീതിയിൽ പറഞ്ഞിട്ട് ഓരോ ഷേപ്പിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ രീതിയിലുള്ള സ്ട്രെച്ചിങ് കിട്ടൂല. ഇപ്പൊ എല്ലാം ഇതൊക്കെ മുമ്പോട്ട് വന്നു. ഹലാസനം, നേരെ പുറകോട്ട്, കലപ്പ പോലെ. ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ പോലെ. വൃക്ഷാസനം, മരം നിൽക്കുന്ന പോലെ. അതുപോലെ ഒരു കാലിൽ കയറ്റി വെച്ച് അതല്ലേ വൃക്ഷാസനം? അതെ അതെ, വൃക്ഷാസനം. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനം, ഈ ശീർഷാസനം ശാസ്ത്രീയമല്ല എന്ന് കേട്ടിട്ടുണ്ട്. ശാസ്ത്രീയമല്ല, അവരുടെ ശാസ്ത്രമല്ല, ഇത് അനോട്ടമിക്കൽ ബേസിസ്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി പ്രാക്ടീസ് ഫോർ എനിബഡി. അതിന് ആ 10 മറ്റേ നിലത്തെഴുത്ത് ചെയ്യണ മാതിരി അക്ഷരം എഴുതി വാക്കുണ്ടായി വാചകം ഉണ്ടായി എന്ന് പറഞ്ഞ മാതിരി ശീർഷാസനം ചെയ്യാൻ പാടില്ല. ആദ്യമായിട്ട് തന്നെ. വൈ? കാരണം അത് അത്ര പരിശീലിച്ച് ചെയ്യേണ്ട, ശരീരത്തെ ക്രമപ്പെടുത്തി അത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ശരീരത്തിനെ 4ആയിട്ട് ഭാഗിച്ചാൽ 3 ഭാഗവും ഹൃദയത്തിന് താഴ്ത്താണ്. അതായത് ഗ്രാവിറ്റി എല്ലാത്തിനും ബാധകമാണ്. അപ്പൊ ഗ്രാവിറ്റി അനുസരിച്ച് സർക്കുലേറ്ററി സിസ്റ്റം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ രക്തോട്ടം താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ അങ്ങോട്ട് നേരെ തലകുത്തി നിൽക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണീന്നോ മൂക്കിന്നോ ചോര വരും. അപ്പൊ ഹെമറേജ് വന്നിരിക്കും. അത് ഹെമറേജ് വന്നാൽ ക്ലോട്ടിങ് വന്നാൽ വിതിൻ 24 hours ആള് കാലി. കാരണം തലച്ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയുന്നത് സഹസ്രാരപത്മം എന്നാ പറയുന്നത്. ഇവിടെ സഹസ്രങ്ങളല്ല, അത് അന്നത്തെ ആ ഉപയോഗത്തിന്റെ ഭാഷയിൽ നമ്മൾ ഈ ഡിസൈനമാര് ചെയ്യൂല. അത് ഓരോ കാപ്പിലറി, ഈച്ച് ആൻഡ് എവറി കാപ്പിലറീസ് ഓഫ് ദി ബ്രെയിൻ കൺസിസ്റ്റിംഗ് ദി ബ്രെയിൻ. അപ്പൊ 1000 അല്ല, അതിലും കൂടുതലുണ്ട്. അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഞരമ്പുകളാണ്, സ്ഥിരങ്ങളാണ്. അതിലേക്ക് ഇവിടുന്ന് അടിച്ചു കയറ്റുന്ന ആ ശക്തി കൊണ്ട് കിട്ടുന്ന ആവശ്യത്തിനുള്ള രക്തമല്ലാതെ പകരം നേരെ തല കുത്തി നിന്നാലോ ഈ ഗ്രാവിറ്റി മാത്രം കൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളതൊക്കെ ഇങ്ങോട്ട് അടിച്ചു കയറും. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ഷീണം ഉണ്ടെങ്കിൽ അവിടെ ഹെമറേജ് വരും. ആദ്യം ബൾജിങ് വരും, എന്നിട്ടും പോയില്ലെങ്കിൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയത് എവിടെയാന്ന് വെച്ചാൽ അതേ അനുസരിച്ചിട്ട് തകരാറ് വരും. ചിലര് ഓരോ അപകടങ്ങൾ ഉണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് 7 കൊല്ലം അനങ്ങാണ്ട് കിടന്നിട്ട് 35 കൊല്ലം കിടന്ന ഒരു ചരിത്രമുണ്ട് ഫോറിൻ കൺട്രീസിലെ. അത് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അതുവരെ അയാളുടെ അമ്മ അയാളെ ശുശ്രൂഷിച്ചിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ് ദാറ്റ് നമ്മുടെ ബാലൻസിങ് മെക്കാനിസം സെറബെല്ലമാണ്, ബാക്ക് ബ്രെയിൻ. അവിടെ ഡാമേജ് വന്നാൽ ഈ വക കാര്യങ്ങൾ സംഭവിക്കും. വർത്താനം പറയില്ല, ഒന്നുമില്ല, ജീവനുണ്ട്, ജീവൻ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആദ്യമായിട്ട് അത് തന്നെ ചെയ്യാൻ പാടില്ല. അത് മോശമായി ചെയ്തിട്ട് ആ ഒരു പ്രക്രിയ കുറ്റം പറയുന്നതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടക്കാൻ പോവുക, ഓടാനൊക്കെ പറയും. ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ബിലോ ദി ഹാർട്ട് ലെവലാണ്. പ്രത്യേകിച്ച് അരക്ക് കീഴ്പോട്ടാണ് ഒരുപാട് സ്ട്രോക്ക് വരുന്നത്. ഇത് തിരിച്ചു വരണ്ടേ? എന്തിനാ? പ്രകൃതിയെ നോക്കുക. ഏറ്റവും കയറി ഇറങ്ങണോ പുഴയില്, ആ കയറിയത് അതുമാതിരി പതുക്കിനെ ഇറങ്ങണ്ടേ സാറേ, എന്നാലും ശരിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓടാനോ ഇങ്ങനെയുള്ള അധ്വാനമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് എങ്കിലും അരയ്ക്ക് മേപ്പോട്ടുള്ള ഭാഗമെങ്കിലും ആ നിലത്തുനിന്ന് മുകളിലേക്ക് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യണം. അങ്ങനെ കിടക്കുമ്പോൾ അത് പതുക്കിനെ ഉള്ളംകാലൊക്കെ തണുക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ സ്റ്റോക്ക് തീർന്നു, അപ്പൊ പതുക്കിനെ ഇറങ്ങാം. ഇതൊക്കെ കൂടി നോക്കിക്കൊണ്ടാണ് നമ്മൾ മേരുദണ്ഡാസനം എന്നൊക്കെ പറഞ്ഞിട്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ബിലോ 45 ഡിഗ്രി എങ്കിൽ ഇങ്ങോട്ട് മാറിയ ആ ആക്ഷൻ പോരാ, ആ ഗ്രാവിറ്റി റെസിസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഓരോ പ്രകൃതിയുടെ ആ മാറ്റങ്ങളും കൂടി നോക്കിക്കൊണ്ടാണ് യോഗാസനങ്ങളിൽ പലതും ചെയ്യണത്. അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ശരീരത്തിന് വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പൊ ഈ സൂര്യമസ്കാരം മാത്രം ചെയ്താൽ മതിയോ? അങ്ങ് എത്രാമത്തെ വയസ്സിലായി യോഗ പഠിച്ചു തുടങ്ങി? 14-ാം വയസ്സിൽ. പഠിക്കാനുണ്ടായ കാരണം? ഞാൻ അവിടെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഇൻ്റർവെൽ ഉണ്ടല്ലോ. അപ്പം അന്ന് ഒരു
മഹാരാജാസിലെ ഹിന്ദി പ്രൊഫസർ ചന്ദ്രഹാസൻ എന്ന് പറഞ്ഞ മാഷ് വന്നിട്ട് അവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തു യോഗയുടെ. അപ്പോൾ അദ്ദേഹം ഓരോ ഐറ്റംസും പറഞ്ഞ് ചെയ്തത് എല്ലാം, എന്നിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണഗണങ്ങൾ അതെങ്ങനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യണു, നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരമാവധി പറഞ്ഞത് എല്ലാം അനോട്ടമിയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുശാഗ്രബുദ്ധിയായിട്ടിരുന്നു. കാരണം ഞാൻ അന്ന് ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ നോക്കിയിരിക്കും, നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഉടനെ പ്രതികരിക്കും. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ചെയ്ത് കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് നൗളി കാണിച്ചു. നൗളി എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഇത്, വാമനൗളി, ദക്ഷിണനൗളി, മധ്യനൗളി, അത് കഴിഞ്ഞാൽ നൗളി ക്രിയ. അപ്പോൾ എടുത്തു വെച്ചേക്കും വലത്തു വയ്ക്കയിൽ വരുമ്പോൾ വെച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുക. അത് കഴിഞ്ഞ് സെൻട്രലിൽ ആദ്യം തന്നെ പിടിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുകയാണ്. അത് ഇപ്പോഴൊക്കെ ചെയ്യും. എന്നാലും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ടെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ എന്നാലും ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ, എനിക്കിത് ഇഷ്ടമായി എപ്പോഴും കാണിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ടെന്നീസ് ബോൾ മാറി വരും, അതിട്ട് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കറക്കും. അതാണ് നൗളി ക്രിയ. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ നമുക്ക് ഇതൊന്നും ഇവിടെ പഠിച്ചിരിക്കണം, അങ്ങനെ ഒരു വാശി തോന്നി. അവിടെ നിന്നാണ് അങ്ങനെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ആശാനുണ്ടായിരുന്ന ആള്, അദ്ദേഹം സകല കലാവല്ലഭൻ എന്ന് പറയാം. ഗുസ്തിയുണ്ട്, പുള്ളി ജിംനേഷ്യം നടത്തിയിരുന്നു. പിന്നെ അടിതടയുണ്ട്. അന്ന് ജിംനേഷ്യം, അന്നപ്പം പഴയ ഗതകളും ആ സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇല്ല, അതില്ല. കയ്യാങ്കളി എന്ന് പറയും. കയ്യാങ്കളി എന്ന് പറയും. ആയുധമൊന്നും വേണ്ട. അതായത് പരമാവധി ഒരു തോർത്ത് മതി അതായുധം. ഇനി കളരിക്കാരൻ്റെ അടുത്ത് ചെന്നാലും, കാരണം ഉറുമിയൊക്കെ വീശി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്നെങ്കിൽ തോർത്ത് ഇങ്ങോട്ട് പറത്തി കഴിഞ്ഞാൽ ഉറുമി അതുമ്പോൾ ചുറ്റും. ആ ചുറ്റണ സമയം കൊണ്ട് ആളെ പിടിച്ചു കഴിയും. അതാണ് പഴയ മലബാർ സുകുമാരൻ മാഷൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹമാണ് എന്നെ പിന്നെ ഒരുപാട് പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ യോഗ ഉണ്ട് എന്ന് പറഞ്ഞു അതിലെല്ലാം ഞാൻ പോയി പങ്കെടുക്കും. അപ്പോൾ ഓരോ എങ്ങനെ ചെയ്യാൻ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ കോമ്പറ്റീഷൻ അന്ന് വരെ ഒരാളുടെ മോണോപോളി ആയിരുന്നു അത് മാറി എൻ്റെ ആയി. പിന്നെ അങ്ങനെ എവിടെ കിട്ടിയാൽ ഇത് എന്തൊക്കെ ചെയ്യാമെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ റെക്കോർഡൊന്നും കിട്ടണില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇരുന്നപ്പോൾ ഒരിക്കൽ പേപ്പറിൽ കണ്ടു, നമ്മുടെ തൃശ്ശൂര് രാമയ്യര് എഴുതിയേക്കണ ഒരു ബുക്കുണ്ട്, ആരോഗ്യ രഹസ്യം എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളാണ്, ചെറിയ കാര്യമാണ്, പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. അത് വായിച്ചു പോകും. അന്ന് വെറും 12 അതിന്റെ വില അത്രേ ഉള്ളൂ. അത് വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഓരോ ഐറ്റം എവിടെയൊക്കെ എന്തോരം കിട്ടുമോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതെല്ലാം ഓരോന്നും ചെയ്തു നോക്കും. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വ്യൂ പോയിന്റ് വരെയാ. ഒരു ഐറ്റം ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ഓൺ അവർ ബോഡി, എസ്പെഷ്യലി ഓൺ ഇന്റേണൽ ബോഡി, ആൻഡ് വാട്ട് ആർ ദി എഫക്ട്സ്, ഈസ് ദർ എനി ഡിഫക്ട്സ്, ഇതെല്ലാം എങ്ങനെ അനലൈസ് ചെയ്തേ ഞാൻ ചെയ്യുള്ളൂ. അത് നമ്മൾ തന്നെ പരിശോധിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ.